ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് എപ്പിസ്കോപ്പ തിരുമേനി ഈ സെഷൻ പ്രിസൈഡ് ചെയ്യുകയും ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ധർമ്മജ്യോതി വിദ്യാപീഠിൻ്റെ ചെയർമാനുമായിരിക്കുന്ന ഫേനിയ സക്രിയാസ് മാറപ്രയം എപ്പിസ്കോപ്പ തിരുമേനി, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സുഹൃത്തുക്കളെ, അനുഗ്രഹീതമായ ഈ കൂടിവരവിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായും ആരോഗ്യത്തിനായും ആയുസ്സിനായും നമുക്ക് സ്തോത്രം കരയറ്റാം. നിങ്ങളോടൊന്നിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ പ്രകാരം എനിക്ക് അവസരം നൽകിയ ദൈവത്തിന് സ്തുതി കരയറ്റുന്നു. ഈ ശുശ്രൂഷ എന്നെ ഭരമേൽപ്പിച്ച ഈ കോൺഫറൻസിൻ്റെ വൈസ് പേട്രനായ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് എപ്പിസ്കോപ്പ തിരുമേനിയോടും, തിരുമേനിക്ക് വേണ്ടി ഈ ക്ഷണം കൈമാറിയ ബിഷപ്പ് സെക്രട്ടറി ബിജു എസ് ചെറിയാനച്ചനോടും, ഈ കോൺഫറൻസിൻ്റെ പ്രാരംഭ ചർച്ചകൾ നടക്കുന്ന സമയം മുതൽ ഈ സമയം വരെയും സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ആലോചനകൾ കൊണ്ടും കൂടെ നിൽക്കുന്ന കോൺഫറൻസിൻ്റെ സെക്രട്ടറി മാത്യു കെ ജോൺ അച്ഛനോടും, കോൺഫറൻസിൻ്റെ മറ്റ് ഔദ്യോഗിക ചുമതലക്കാരോടും, കോൺഫറൻസിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മാത്യൂസ് കറിയാച്ചൻ, അബു ചെറിയാനച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ, സുഹൃത്തുക്കൾ, എൻ്റെ വൈദിക വിദ്യാർത്ഥികൾ, എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ. 20 വർഷങ്ങൾക്ക് മുമ്പ് 2006 തിരുവനന്തപുരം സെൻട്രൽ ഹോസ്റ്റ് ചെയ്ത സെൻറ് തോമസ് സ്കൂളിൽ വെച്ച് നടന്ന മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിലാണ് ഞാൻ ആദ്യമായി ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്നത്, ഡെലിഗേറ്റായി. അന്നു മുതൽ ഈ കോൺഫറൻസ് എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഈ കോൺഫറൻസിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ, ഞങ്ങളെ മദ്രാസിൽ നിന്നും കൊണ്ടുവന്ന സാമുവലച്ചൻ മുതൽ വ്യത്യസ്തങ്ങളായ നിലകളിൽ ഈ കോൺഫറൻസിലൂടെ എന്നെ സ്വാധീനിച്ച ഗുരുഭൂതരെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും എല്ലാം ഞാൻ നന്ദിയോടെ ഈ സമയം ഓർക്കുകയാണ്. ഒന്നാലോചിച്ചാൽ എത്ര പ്രിവിലേജ്ഡ് ആണ് നാം, എത്ര അനുഗ്രഹീതരാണ്. പഠിക്കുവാൻ അവസരം ലഭിച്ചവർ, ഇപ്രകാരമുള്ളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം കൃപ ചെയ്തവർ, ആഗ്രഹിച്ചിട്ടും ഈ കോൺഫറൻസിൽ വന്നു ചേരുവാൻ സാധിക്കാത്ത എത്രയോ പേർ, ജീവിതത്തിൻ്റെ പലവിധമായ കാരണങ്ങളാൽ. ഒരു മാസം മുമ്പ് ബോംബെയിൽ നിന്ന്, സൊഫയ കോളേജിൽ നിന്ന് ബോംബെ അടവാങ്ങളായ 2 പേർ എന്നോട് ചോദിച്ചു, ഈ കോൺഫറൻസിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ്? അപ്പോൾ ഞാൻ മാത്യു കെ യോണച്ചനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, രജിസ്ട്രേഷൻ ക്ലോസ് ആയത്. വളരെയധികം ആഗ്രഹിച്ചതാണ് അവർ, എന്നാൽ സാധിക്കുന്നില്ല. അങ്ങനെ പലവിധമായ കാരണങ്ങളാൽ, പരീക്ഷകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി തിരക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ശേഷം വരാൻ സാധിക്കാതെ പോയവരായിരിക്കാം, ആഗ്രഹിച്ചിട്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയവരുടെ മധ്യേ ദൈവം വിളിച്ചു ചേർത്തവരുടെ ഒരു കൂട്ടമാണ് നാം. ലെറ്റ് us get started. ഈ ഒരു പടം ഒരു നഴ്സറി റൈമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും ഈ ഒരു പടം കണ്ടിട്ട്? ഇപ്പോൾ അധികം ഓടുന്ന ഒരു പ്രായമായിരിക്കത്തില്ല. കേട്ടിട്ടുണ്ടോ? പുസ്സിക്കാറ്റ് വേർ ഹാവ് യു ബീൻ? എനിക്ക് താഴെ നിന്ന് ഇൻട്രാക്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, എന്നാൽ സാധിക്കുന്നില്ല, ക്ഷമിക്കണം. എങ്ങനെയാണ് പുസ്സിക്കാറ്റ്? വേർ ഹാവ് യു ബീൻ? ഐ ഹാവ് ബീൻ ടു ലണ്ടൻ. ടു സീ ദ ക്വീൻ. നമുക്കറിയാവുന്നതാണ്. പുസ്സിക്കാറ്റിനോട് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരുന്നു? സോ ഐ ഹാവ് ബീൻ ടു ലണ്ടൻ ടു സീ ദ ക്വീൻ. അപ്പോൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ പുസ്സിക്കാറ്റ് ലണ്ടനിൽ പോയത് അല്ലേ? വിസ എടുത്തു, ടിക്കറ്റ് എടുത്തു, ക്വീൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി, വളരെയധികം പ്രതീക്ഷയോടെ ഒരുക്കത്തോടെ പോയതാണ്. പുസ്സിക്കാറ്റ് വേർ ഹാവ് യു ബീൻ? ഐ ഹാവ് ബീൻ ടു ലണ്ടൻ ടു സീ ദ ക്വീൻ. സോ വിത്ത് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ, പ്രിപ്പറേഷൻ, ദിസ് പുസ്സിക്കാറ്റ് വെന്റ് ടു സീ ദ ക്വീൻ. And what is the next line? Pussycat. What did you do there? Little more louder.
വാട്ട് ഡിഡ് യു ഡു ദേർ? പറഞ്ഞു. എന്താണോ, എന്ത് സംഭവിച്ചു കാണാൻ പോയിട്ട്? Pussycat, what did you do there? I frightened a mouse under her chair. അല്ലേ? അവിടെ ചെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ ചെന്നിട്ട് എന്തോ ചെയ്തു ഈ പുസിക്കാറ്റ്? ഈ രാജ്ഞിയുടെ കസേരയുടെ കീഴിലുള്ള എലിയെ പേടിപ്പിച്ചിട്ടിങ്ങ് പോന്നു. എന്ത് പ്രതീക്ഷയോടെ, ഒരുക്കത്തോടെ, ആഗ്രഹത്തോടെ, അധ്വാനത്തോടെ കടന്നു ചെന്നാണ്. എന്നാൽ രാജ്ഞിയെ കാണാൻ ചെന്നിട്ട് എന്തോ ചെയ്തത്? രാജ്ഞിയുടെ കസേരയുടെ അടിയിലുള്ള എലിയെ കണ്ട് പേടിപ്പിച്ചിട്ടെങ്കിൽ പോന്നു. രാജ്ഞിയെ കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നതാണ് ഇവിടെ. ദൈവത്തിൻ്റെ നിയോഗമാണ്, ദൈവ വിളിയാണ്. നമ്മുടെ രക്ഷകനും നാഥനും രാജാവുമാകുന്ന യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അവനോട് സംസാരിക്കുവാൻ ചേർന്ന് വന്നവരാണ് നാം ഓരോരുത്തരും. ഈ സ്റ്റുഡൻസ് കോൺഫറൻസ് അതിനു വേണ്ടിയാണ്. എന്നാൽ നമ്മളെ അതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നതായ പലവിധമായ ചിന്തകൾ ഇതിനിടയിൽ സംഭവിച്ചെന്ന് തോന്നേക്കാം. എലിയെ കണ്ട് അതിനെ പേടിപ്പിച്ചിട്ട് പോവാനല്ല നമ്മളിവിടെ വന്നത്. നമ്മൾ വന്നത് രാജാവിനെ കാണുവാനാണ്. അവിടെ അനേകം പേർക്ക് ലഭിക്കാതെ പോയ ഈ ഒരു അവസരം നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അവനോട് സംസാരിക്കുവാൻ, അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഈ കോൺഫറൻസ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വേദപഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ്, ഇപ്പോൾ കഴിഞ്ഞ സെഷൻസിനെല്ലാം അച്ഛന്മാർ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ സെഷൻ പോകുന്നതെന്ന് നമുക്ക് ആദ്യം ഒരു മാർഗരേഖ തന്നിരുന്നു. അതുകൊണ്ട് ഈ ബൈബിൾ സ്റ്റഡിക്കും നമ്മളെ എങ്ങനെയാണ് ഈ വേദപുസ്തക പഠനത്തെ സമീപിക്കുന്നത്, ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം കരുതുകയാണ്. 3 തലങ്ങളിലാണ് വേദപുസ്തക പഠനത്തെ നാം ഈ സെഷനിൽ കാണുന്നത്. പല നിലകളിൽ വേദപുസ്തകം നമുക്ക് വായിക്കാം. ഇന്നലെ മാത്യൂസ് കറിയാച്ചൻ പറഞ്ഞു, വേദപുസ്തകം ഗൗരവമായി വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. There are mainly 3 levels to understand a text when we study it. ഒന്നാമത്തേത്, there's a world behind the text. ഈ പുസ്തകം, വേദപുസ്തകം എഴുതുന്നതിന് പുറകിൽ ഒരു ലോകമുണ്ട്. And that is mainly author centered. എന്തുകൊണ്ടാണ് രചയിതാവ് അല്ലെങ്കിൽ ഒരു സമൂഹം ഈ പുസ്തകം എഴുതുവാനുള്ള കാരണം? There's a world behind the text and we need to understand the mind of the author. രണ്ടാമത്, there's a world of the text. ഈ വേദപുസ്തകത്തിലൂടെ നമ്മൾ കാണുന്ന, പരിചയപ്പെടുന്ന കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ അനവധിയാണ്. അത് നമുക്ക് വളരെ എക്സ്പ്ലിസിറ്റായി 66 പുസ്തകങ്ങളിലൂടെ ദൈവം നൽകിയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ടെക്സ്റ്റ് സെൻറ്റേർഡ്. മൂന്നാമതായി, ദർ ഇസ് എ വേൾഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ്. ഇന്ന് ഈ പുസ്തകം വായിക്കുന്ന വായനക്കാരൻ, ദാറ്റ് ഈസ് മെയിൻലി റീഡർ സെൻറ്റേർഡ്. ഇത് വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ഈ വചനം പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാസ്പെക്റ്റ് മാത്രം ഊന്നി വേദപുസ്തകത്തെ വായിക്കുന്നത് വായനയെ, പഠനത്തെ വികലമാക്കും. ചിലപ്പോഴെങ്കിലും നമ്മൾ കൂടുതൽ പ്രാധാന്യം ഓഥറിന് കൊടുക്കുമ്പോൾ ഈ ടെക്സ്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല, റീഡറിന് പ്രാധാന്യം കൊടുക്കാറില്ല. ചിലപ്പോൾ നാം ടെക്സ്റ്റിന് അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ എഴുതിയ സന്ദർഭത്തെയും ഇന്നത് വായിക്കുന്ന വായനക്കാരനെയും ഗൗരവമായി കാണാറില്ല. ചിലപ്പോൾ നമ്മൾ വായിക്കുന്ന വായനക്കാരനെ മാത്രം കണ്ട് ഈ ടെക്സ്റ്റിനെ കാണുമ്പോൾ എഴുതിയ ഓഥറിനെയും ഈ വേദപുസ്തകം നമുക്ക് മുമ്പിലൂടെ വരച്ചു കാട്ടുന്ന ലോകത്തെയും നാം ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് ഒരു ഫ്രഞ്ച് ഫിലോസഫറായ പോൾ റിക്കോ ഇങ്ങനെയാണ് പറയുന്നത്: ഇഫ് യു വാണ്ട് ടു ബി ട്രൂത്ത്ഫുൾ ടു ദ ടെക്സ്റ്റ്, you need to consider these 3 worlds simultaneously. You need to understand the author. You need to understand the text. You need to understand the reader. And when you bring these 3 worlds together, you get a new meaning. ഈ ഒരു റൂട്ട് മാപ്പിലൂടെ, ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ ഇന്നത്തെ വേദ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ പഠനത്തിനായി ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 45 വേഴ്സസ് 1 through 15.
അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമ്യരും ഫറവോൻ്റെ ഗൃഹവും അത് കേട്ടു. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയ ഒരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാത്ത വിധം ഞാൻ അവിടെ നിന്നെ പരിപോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ, ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. In your light we see the light, Jesus, full of light. It's your light that shines upon our world, light our minds. May your light reveal the sin in our hearts as we humbly pray in spirit and truth. May the words of my mouth and the meditation of our hearts be acceptable to you, O Rock and Redeemer. Amen. പഴയ നിയമത്തിലെ നമുക്കേവർക്കും സുപരിചിതനായ യോസഫിൻ്റെ ജീവിതത്തെ വളരെയധികം വ്യക്തതയോടെ വരച്ചു കാട്ടുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഇതിൻ്റെ 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ. ഈ ഭാഗവും നമുക്ക് സുപരിചിതമാണ്. അക്ഷരികമായ വായനയിൽ, ഓൺ എ പ്ലെയിൻ റീഡിംഗ് ഓഫ് ദിസ് നറേറ്റീവ്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില സത്യങ്ങൾ, ചില പാഠങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് നാം കാണുന്നത് ക്ഷമയുടെ, അനുരഞ്ജനത്തിൻ്റെ, കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ, അപരൻ്റെ ആവശ്യങ്ങളിൽ നാം പങ്കുചേരുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ നമുക്ക്
ബോധ്യപ്പെടുത്തുന്ന വേദഭാഗമാണിത്. ഓൺ എ പ്ലെയിൻ റീഡിംഗ് ഓഫ് ദിസ് ടെക്സ്റ്റ്. എന്നാൽ നാം ഇന്ന് അവലംബിക്കുന്ന, ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ പശ്ചാത്തലത്തിൽ, വേൾഡ് ബിഹൈൻഡ് ദ ടെക്സ്റ്റ്, വേൾഡ് ഓഫ് ദ ടെക്സ്റ്റ്, വേൾഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ് എന്നീ ഫ്രെയിം വർക്കിൻ്റെ പശ്ചാത്തലത്തിൽ അല്പം കൂടെ വിപുലമായി ഈ ടെക്സ്റ്റിനെ മനസ്സിലാക്കുവാനാണ് നാം ഇന്ന് ശ്രമിക്കുന്നത്. Let us look into the world behind the text, the intention of the author in writing this text. ഇത് എഴുതിയ ഓഥർ, പഴയ നിയമ സമൂഹം, ഇസ്രായേൽ ജനം എന്തിനാണ് ഈ ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിന് നാം പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ഈ ടെക്സ്റ്റ്, ഈ 45-ാം അധ്യായം അല്ലെങ്കിൽ 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്, അതിൻ്റെ ഉറവിടം എന്താണ്? ഉറവിടം അറിഞ്ഞെങ്കിലേ രചയിതാവിൻ്റെ മനസ്സ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഉറവിടവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ പ്രധാനമായും 2 ഉറവിടങ്ങളാണ് പഠിതാക്കൾ അതിനെപ്പറ്റി പറയുന്നത്. ഒന്നാമത്തെ നിഗമനം എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ രാജാവായ ശലോമോൻ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ടെക്സ്റ്റ്, ഈ വേദഭാഗം, യോസഫിനെ പറ്റിയുള്ള വേദഭാഗം എഴുതപ്പെട്ടത് എന്നവർ പറയുന്നു. രണ്ടാമത്തെ നിഗമനം എന്ന് പറയുന്നത്, യഹൂദ ജനം ബാബിലോണിൽ പ്രവാസികളായി പിടിക്കപ്പെട്ടുകൊണ്ടുപോയപ്പോൾ, when they were in exile in Babylon, they wrote in text. അതുകൊണ്ട് ഈ ഉറവിട സിദ്ധാന്തം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട്, ഓഥറുമായി ബന്ധപ്പെട്ട് ഇന്ന് പൊതുവെ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, പഠനം എന്ന് പറയുന്നത്, ശലോമോൻ്റെ കാലഘട്ടത്തിൽ ഇത് എഴുതുവാൻ ആരംഭിച്ചുവെങ്കിലും ഏറെക്കുറെ അത് പൂർത്തിയായത് പ്രവാസ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം ബാബിലോണിലായിരുന്നപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭാഗവും രചിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ യോസഫിനെ സംബന്ധിച്ച്, യോസഫിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ അവരുടെ പൂർവ്വപിതാവായ യോസഫിനെ പറ്റി അറിയാമായിരുന്ന ഈ പിൻതലമുറ എന്ത് മാനദണ്ഡത്തിലാണ് ഈ വേദഭാഗം എഴുതിയത്, എന്താണ് അവരെ അതിന് പ്രചോദിപ്പിച്ചത്? 3 പ്രധാന കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം യഹൂദജനം ബാബിലോണിൽ പ്രവാസികളായി പിടിക്കപ്പെട്ടുകൊണ്ടുപോയപ്പോൾ അവർ അനുഭവിച്ച 3 പ്രതിസന്ധികൾ. ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എ ക്രൈസിസ് ഓഫ് സർട്ടിറ്റ്യൂഡ്. തീർച്ചപ്പെടുത്തലുകൾ നൽകിയ പ്രതിസന്ധി. എന്തായിരുന്നു അവരുടെ മനസ്സിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തീർച്ചപ്പെടുത്തലുകൾ? അവർ വിചാരിച്ചിരുന്നത് അവരുടെ ദേവാലയം, യെരൂശലേം ദേവാലയം, ശലോമോൻ പണികഴിപ്പിച്ച യെരൂശലേം ദേവാലയം ഒരു കാലത്തും നശിപ്പിക്കപ്പെടുകയില്ല എന്നവർ തീർച്ചപ്പെടുത്തിയിരുന്നു. ദൈവം അവർക്ക് വാഗ്ദത്ത ദേശമായി കൊടുത്ത ദേശം, കനാൻ ദേശത്ത് നിന്ന് അവർ ഒരിക്കലും മാറ്റപ്പെടുകയില്ല എന്നവർ തീർച്ചപ്പെടുത്തിയിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത രാജാവ്, ദാവീദിൻ്റെ കുടുംബം, ഒരു കാലത്തും ഈ ദാവീദിൽ നിന്നും, ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നും ഈ രാജ്യത്വം മാറ്റപ്പെടുകയില്ല എന്നവർ തീർച്ചപ്പെടുത്തിയിരുന്നു. So they were very certain that this temple, the land and the kingship will not be removed, will not be taken away from them. ഇപ്പോഴിതാ യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ രാജ്യത്തു നിന്നും അവർ പ്രവാസികളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയിരിക്കുന്നു. അവരുടെ രാജാവിത ഒരു സ്ലേവായി, ഒരു അടിമയായി ബാബിലോണിൽ കഴിയേണ്ടി വരുന്നു. ഇത് അവരിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു. അവർ കരുതിയിരുന്ന അവരുടെ തീർച്ചപ്പെടുത്തലുകളിൽ അവർക്ക് വലിയ പ്രതിസന്ധി. So they could not see a future. നാളെ എന്താകും? ഞങ്ങൾ വിശ്വസിച്ചിരുന്നതെല്ലാം തകർന്നു പോയിരിക്കുന്നു.
രണ്ടാമത്തെ പ്രതിസന്ധി, ദി ക്രൈസിസ് ഓഫ് മാപ്സ് ഓഫ് മീനിങ്. മാപ്സ് ഓഫ് മീനിങ് എന്നത് നിങ്ങൾ ജോർഡൻ പീറ്റേഴ്സിനെ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ ടൈറ്റിലാണ് മാപ്സ് ഓഫ് മീനിങ്. എന്താണ് ജോർഡൻ പീറ്റേഴ്സൺ പറയുന്നത്? നമ്മൾ മനുഷ്യർ അക്കങ്ങൾ കൊണ്ട് ജീവിതം പണിയുന്നവരല്ല. അക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ബോൺ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ് അക്കമാണ്, ഡൈഡ് ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്. എന്നാൽ ഈ അക്കങ്ങളല്ല നമ്മുടെ ജീവിതത്തെ പണിയുന്നത്. ഈ അക്കങ്ങളുടെ ഇടയിൽ ബിറ്റ്വീൻ ദിസ് ബർത്ത് ആൻഡ് ഡെത്ത് ഓഫ് എ ഹ്യൂമൻ വി ലിവ് എ ലൈഫ്, ആൻഡ് ദറ്റ് ലൈഫ് ഈസ് ബിൽറ്റ് ഓൺ അവർ സ്റ്റോറീസ്. As we heard yesterday from Abu Achan, we are a story-laden generation. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു കഥ മെനയപ്പെടുകയാണ്. നമ്മൾ ഈ കോൺഫറൻസിൽ 114 സെഷനിൽ സ്റ്റുഡൻസ് കോൺഫറൻസ് സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിത കഥയുടെ ഭാഗമായി ഈ കോൺഫറൻസ് തീർക്കപ്പെടുകയാണ്. And how we write our stories makes the difference. അതുകൊണ്ട് അക്കങ്ങൾ കൊണ്ട് ജീവിതം പണിയപ്പെടുന്നവരല്ല, കഥകൾ കൊണ്ട് ജീവിതം പണിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ അർത്ഥങ്ങൾ കൊണ്ട്, ജീവിതാർത്ഥങ്ങൾ കൊണ്ട് ജീവിതം കെട്ടുപണി ചെയ്ത ഒരു സമൂഹത്തിൻ്റെ എല്ലാ അർത്ഥവും പ്രവാസത്തിൽ നശിപ്പിക്കപ്പെട്ടുപോയി. തങ്ങൾ ഇത്രയും നാൾ ആരാധിച്ച ദൈവം എവിടെയാണ്? Where is God in the midst of this crisis? Why is God so hidden? ദൈവം ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ജീവിതകഥ ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിലൂടെയും ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും ഒക്കെ മെനഞ്ഞുണ്ടാക്കിയ കഥയ്ക്ക് എന്താണ് ഇങ്ങനൊരു അവസാനം? ഇത് ട്രാജഡിയാണോ? എല്ലാം തീർന്നുപോയോ? The third crisis was the crisis of inherited tradition. ഇന്നലെ നമ്മൾ ഈ വാക്ക് കേട്ടതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഇൻഹെറിറ്റഡ് ട്രഡീഷൻ. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച പാരമ്പര്യങ്ങൾ സകലവും നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച പ്രമാണം, ന്യായപ്രമാണം, ലോ, തങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം, പ്രോമിസ്, തങ്ങൾക്ക് ലഭിച്ച ഉടമ്പടി, കവനന്റ്, it does not make any sense today because we are in a foreign land and our children are being raised in this foreign land. ഇവിടെ പുതിയ ഭാഷയാണ്, ഇവിടെ പുതിയ സംസ്കാരമാണ്, ഇവിടെ പുതിയ വസ്ത്രരീതിയാണ്, ഇവിടെ പുതിയ ദൈവസങ്കല്പമാണ്. അങ്ങനെ ഒരു പുതിയ ദേശത്ത്, പുത്തൻ സംസ്കാരത്തിൽ ഒരു പുതിയ തലമുറ വളർന്നു വരുമ്പോൾ we see a crisis of inherited tradition in this context. അപ്പോൾ ഈ ചോദ്യങ്ങൾ അവർ ചോദിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് വിശ്വാസത്തിന് പ്രസക്തി? The old tradition does not make any sense in this new context. ഇന്നലെ അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളൊക്കെ നമ്മൾ കണ്ടു. In this crisis of certitude, in this crisis of maps of meaning, in this crisis of inherited tradition, my dear brothers and sisters, Joseph serves as a site of memory that gave them hope, that enabled them to be grounded, that enabled them to be equipped, and that enabled the community to be networked in a new social context. Joseph serves as a site of memory. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിരിക്കാം, വായിച്ചിരിക്കാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഈ വർഷത്തെ വിഷു സാഹിത്യ മത്സരത്തിന് നമ്മുടെ ഒരു സഹോദരിക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്. മെൽവിയ ബിജു, മേപ്രാൽ ഇടവാംഗമാണ്. ഈ മെൽവിയ ബിജുവിൻ്റെ കവിതയുടെ പേര് വെള്ളത്താക്കം എന്നാണ്.
ഈ വെള്ളത്താക്കം എന്ന കവിതയ്ക്ക് നമ്മുടെ പ്രിയ മോത്തി വർക്കിയച്ചൻ ഒരു ആസ്വാദനം ഫേസ്ബുക്കിൽ എഴുതി. പിന്നീട് അതിപ്പോൾ നമ്മുടെ മലങ്കര സഭാധാരകയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മോത്തിയച്ചൻ ഈ ആസ്വാദനത്തിൻ്റെ അവസാനം ഇപ്രകാരമാണ് പറയുന്നത്. ടൈറ്റിൽ പെണ്ണെഴുതിയ പ്രളയം എന്നാണ് മോത്തിയച്ചൻ ആസ്വാദനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് മോത്തിയച്ചൻ കൺക്ലൂഡ്സ് ദ നോട്ട് ബൈ സെയിങ്, നാം ഒറ്റപ്പെട്ട ജീവിതങ്ങളല്ല, മറിച്ച് നമ്മുടെ മുൻ തലമുറയുടെ ജീവിക്കുന്ന ഓർമ്മ പുസ്തകങ്ങളാണ്. അവരുടെ ശരീരങ്ങളിലും അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലുമാണ് പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ചരിത്രം. വെള്ളത്താക്കം എന്ന കവിത ഒരു സമൂഹം, ഒരു കുടുംബം എങ്ങനെയാണ് പ്രളയത്തെ അതിജീവിക്കുന്നുള്ളതാണ്. അതിൽ കവയിത്രി മുൻകാല തലമുറ, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ എങ്ങനെ കുടുംബത്തെ നയിക്കുന്നുവെന്ന കവിതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മോത്തിയച്ചൻ അപ്രകാരം ഈ ആസ്വാദനം ഉപസംഹരിക്കുന്നത്. നാം നമ്മുടെ മുൻ തലമുറയുടെ ജീവിക്കുന്ന ഓർമ്മ പുസ്തകങ്ങളാണ്. അവരുടെ ശരീരങ്ങളിലും അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലുമാണ് പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ചരിത്രം പശ്ചകുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബാബിലോണിൽ പ്രവാസത്തിലായി പോയ ഇസ്രായേൽ ജനം, യഹൂദ ജനം ഈ ക്രൈസിസിനെ അതിജീവിക്കുന്നത് അവരുടെ വല്യപ്പച്ചനായ യോസഫ് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വെല്ലുവിളികളെ അതിജീവിച്ചത്. യോസഫിനെ സംബന്ധിച്ചുള്ള ഒത്തിരി നറേഷൻസ്, ഓറൽ ട്രഡീഷൻസ്, വിശ്വാസ പാരമ്പര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. എല്ലാം കൂടി 37 മുതൽ 50 അധ്യായങ്ങൾ എഴുതിയിട്ടില്ല. നമുക്കറിയാം യേശുവിനെ പറ്റി അങ്ങനെയാണല്ലോ പറഞ്ഞത്. യേശു ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒത്തിരിയുണ്ട്. എല്ലാം കൂടി എഴുതിയാൽ പുസ്തകത്തിൽ ഒതുങ്ങത്തില്ല. യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുന്നുണ്ട്. അതുപോലെ യോഹന്നാനെ പറ്റി ഒത്തിരിയുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫിലോ ഓഫ് അലക്സാൻഡ്രിയ, യോസീഫസ്, ജൂബിലീസ് എന്നിവരുടെയൊക്കെ ഇഷ്ടംപോലെ കഥകളുണ്ട്. യോസഫിനെ പറ്റിയും യോസഫിൻ്റെ ഭാര്യ ആസ്നത്തിനെ പറ്റിയും, ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, ഇവരുടെ വിവാഹ ജീവിതം, ഒരു കുടുംബത്തെ വളർത്തുന്നത്. എന്നാൽ അതെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയില്ല. ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടത്തിൽ അവർ ചോദിച്ചത് തങ്ങളുടെ വല്യപ്പച്ചനായ യോസഫ് എങ്ങനെയാണ് തീർച്ചപ്പെടുത്തലുകളുടെ പ്രതിസന്ധിയെ അതിജീവിച്ചത്, എങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടപ്പോൾ അർത്ഥം തിരിച്ചു പിടിച്ചത്, എങ്ങനെയാണ് വിശ്വാസ പാരമ്പര്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടപ്പോൾ വിശ്വാസ പാരമ്പര്യങ്ങളെ ചേർത്ത് പിടിച്ചത്. ആൻഡ് Genesis chapter 37 through 50 is an answer to these crises. Now let us move into the world of the text. ഇനി നാം ഈ വേദപുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ എല്ലാം കയ്യിൽ വേദപുസ്തകമുണ്ട്. എല്ലാവരും എടുത്താട്ട്. ഇത്രയും നേരം നാം ചരിത്രം കേൾക്കുക. ഇനി ദൈവത്തിൻ്റെ വചനം നാം സൂക്ഷ്മമായി വായിക്കാൻ ആരംഭിക്കുകയാണ്. 45-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ ബൈബിൾ സ്റ്റഡിയുടെ നോട്ട് നമ്മുടെ ഹാൻഡ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളപ്പോൾ അതിൽ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ്: Genesis 45:1-15 is the primary resolution of Joseph narrative. യോസഫിൻ്റെ ജീവിതം വിവരിക്കുന്ന ഈ 37 മുതൽ 50 അധ്യായങ്ങളിലെ ഏറ്റവും ക്രൂഷ്യലായ, ഓതർ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ക്ലൈമാക്സ് എപ്പിസോഡാണ്. ഇവിടം വരെയും ക്ലൈമാക്സ് ബിൽഡ് ചെയ്യുകയാണ്, ജീവിതം വിവരിക്കുകയാണ്. യോസഫ് നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. ആർക്കെങ്കിലും യോസഫിനെ പറ്റി അറിയത്തില്ല എങ്കിൽ ചുരുക്കമായി നമുക്കൊന്ന് പറഞ്ഞു പോകാം. യോസഫ് യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും മകൻ, യാക്കോബിൻ്റെ 11ാമത്തെ മകൻ. യാക്കോബിന് റാഹേലിൽ 2 പുത്രന്മാർ, യോസഫും ബെന്യാമീനും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ പിതാവിന് യോസഫിനോടുള്ള സ്നേഹം അധികമാണ് മറ്റെല്ലാവരെക്കാളും. അതുകൊണ്ട് സഹോദരങ്ങൾ അവനെ എതിർക്കുകയാണ്, അവനെ നശിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അവനെ വിൽക്കുകയാണ് ഇശ്മായിലർക്ക് 20 വെള്ളിക്കാശ്. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു.
38 അധ്യായം യഹൂദയും താമാറും തമ്മിലുള്ള എപ്പിസോഡാണ്. അത് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. 39 അധ്യായത്തിൽ നാം കാണുന്നത് പൊത്തീഫറിൻ്റെ ഭവനത്തിൽ വെച്ച് പൊത്തീഫറിൻ്റെ ഭാര്യ യോസഫിനെ പ്രലോഭിപ്പിക്കുന്നതും എന്നാൽ യോസഫ് അതിൽ നിന്നും കുതറി മാറുന്നതുമാണ്. യാചന, കള്ളക്കേസിൽ കുടുക്കി അവനെ കാരാഗ്രഹത്തിൽ ആക്കുകയാണ്. 40 അധ്യായത്തിൽ നാം വായിക്കുന്നത് യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ 2 സുഹൃത്തുക്കൾക്ക് പാനപാത്ര വാഹകരുടെ പ്രമാണിക്കും അപ്പക്കാരുടെ പ്രമാണിക്കും അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പാനപാത്രവാഹകരുടെ പ്രമാണി വലിയ നിലയിലേക്ക് കയറിപ്പോയി. എന്നാൽ തന്നോടുകൂടെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന യോസഫിനെ മറന്നു കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. 41 അധ്യായം വരുമ്പോൾ നാം കാണുന്നത് ദേശത്തിൻ്റെ അധിപതിയായ ഫറവോൻ സ്വപ്നം കാണുന്നു. ഫറവോൻ്റെ സ്വപ്നവും യോസഫ് വ്യാഖ്യാനിക്കുന്നു. അവനെ ദേശത്തിന് അധിപതിയാക്കും. 42 അധ്യായം വരുമ്പോൾ നാം കാണുന്നത് ദേശത്തെങ്ങും ക്ഷാമമാകുമ്പോൾ ഈജിപ്തിൽ മിസ്രൈമിൽ ഭക്ഷണമുണ്ട് എന്നറിഞ്ഞ് സഹോദരങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വരികയാണ്. യോസഫ് സഹോദരങ്ങളെ തിരിച്ചറിയുന്നു. സഹോദരങ്ങൾ എന്നാൽ യോസഫിനെ തിരിച്ചറിയുന്നില്ല. 43 അധ്യായം വരുമ്പോൾ അറിയാം, ശിമിയോനെ അവിടെ നിർത്തിയിട്ടാണ് സഹോദരങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങുന്നത്. പിന്നീട് അവർ ഇളയ സഹോദരൻ ബെന്യാമീനെ കൊണ്ടുവരുന്നു. 44 അധ്യായം ആവുമ്പോൾ ബെന്യാമീനെ നിർത്തിയിട്ട് നിങ്ങൾ ഭവനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ യഹൂദ ബെന്യാമീനു വേണ്ടി അപേക്ഷിക്കുകയാണ്. അങ്ങനെ യഹൂദയുടെ അപേക്ഷ കേട്ട് കഴിയുമ്പോഴാണ് 45 അധ്യായം നാം വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ therefore എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനു മുമ്പ് വരെയുള്ള അധ്യായങ്ങളെല്ലാം ഈ അധ്യായത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈ അധ്യായത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. therefore അതുകൊണ്ട് ഈ 37 മുതൽ 44 വരെയുള്ള സംഭവങ്ങളിൽ യോസെഫ് കടന്നുപോകേണ്ടി വന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതാ എഴുത്തുകാരൻ പരിശുദ്ധാത്മ പ്രേരണയാൽ വായനക്കാരായ നമ്മളോട് പറയുകയാണ്, അപ്പോൾ ഈ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ എല്ലാം യോസെഫ് എന്താണ് നിർവഹിക്കുന്നത്. 45 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആൻഡ് titled our study as Generation Shaped by Faith, Disclosure, Articulation and Embrace. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും പുറത്താക്കിയ ശേഷം യോസെഫും സഹോദരങ്ങളും മാത്രം ആ മുറിയിൽ ചേർന്ന് വരികയാണ്. 3 വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു, യോസെഫ് സഹോദരന്മാരോട്, ഞാൻ യോസെഫ് ആകുന്നു. ഐ ആം ജോസഫ്, ഐ ആം ജോസഫ്. ഇന്നലെ നമ്മൾ കേട്ടു ഐ ആം. വലിയൊരു വെളിപ്പെടുത്തലാണ്, വലിയൊരു ഡിസ്ക്ലോഷറാണ്. യോസെഫ് ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ സഹോദരങ്ങൾ ഒന്നുകിൽ സന്തോഷിക്കേണ്ടതാണ്, അയ്യോ ഞങ്ങളുടെ സഹോദരൻ, ഞങ്ങൾ മരിച്ചു എന്ന് എഴുതിയ സഹോദരൻ. എന്നാൽ അവർ സന്തോഷിക്കുന്നില്ല, അവർ ഭയന്നു പോകുന്നു. ഇനി തങ്ങളെ ഇവൻ ഉപദ്രവിക്കുമെന്ന് കരുതിയാണോ ഇവർ ഭയക്കുന്നത്? അല്ല. ഇവർ എന്തുകൊണ്ട് ഭയക്കുന്നു? 44 അധ്യായം, ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ നാം വായിക്കുന്നു 20 വാക്യത്തിൽ, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരപ്പനും, സഹോദരൻ യഹൂദ യോസഫിനോട് പറയാണ്, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട്, അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവർ എൽഡർ ബ്രദർ ഈസ് നോ മോർ. സഹോദരങ്ങൾ യോസഫ് മരിച്ചുപോയി എന്ന് തീർച്ചപ്പെടുത്തിയതാണ്. അപ്പനോ 44 അധ്യായം 28 വാക്യത്തിൽ പറയുന്നു, അവനെ വന്യമൃഗങ്ങൾ കടിച്ചു കീറിപ്പോയി, നിശ്ചയം എന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പൻ നിശ്ചയിച്ചിരിക്കുകയാണ്, തൻ്റെ മകൻ യോസെഫ് മരിച്ചിരിക്കുകയാണ്. അങ്ങനെ തീർച്ചപ്പെടുത്തിയ സഹോദരങ്ങളുടെയും യോസെഫ് മരിച്ചുവെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച പിതാവിൻ്റെയും അടുക്കലാണ്, അവരുടെ മുൻപിലാണ് യോസെഫ് പറയുന്നത്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ യോസെഫ് ആകുന്നു. സോ the self-disclosure of Joseph is against the certitude of brothers. The self-disclosure of Joseph is against the certitude of his father.
ചില തീർച്ചപ്പെടുത്തലുകളുടെ നടുവിൽ ഇതിങ്ങനെ സംഭവിക്കുകയുള്ളൂ, അവൻ ഇതാണ് അന്ത്യം എന്ന് കരുതിയ സഹോദരങ്ങളുടെയും പിതാവിൻ്റെയും മധ്യത്തിൽ യോസഫ് പറയുകയാണ്, ഞാൻ യോസഫാകുന്നു. ഇനി തങ്ങൾക്കൊരു ഭാവിയില്ല. തങ്ങൾ തീർച്ചപ്പെടുത്തിയ ദേവാലയം, തങ്ങൾ തീർച്ചപ്പെടുത്തിയ രാജ്യത്വം, തങ്ങൾ തീർച്ചപ്പെടുത്തിയ ദേശം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് വിധിയെഴുതിയ, തീർച്ചപ്പെടുത്തിയ, സർട്ടനാക്കിയ ഒരു സമൂഹത്തോട് ഇതാ എഴുത്തുകാരൻ പറയുകയാണ്, എല്ലാം അവസാനിച്ചിട്ടില്ല. ഐ ആം ജോസഫ്. പ്രതീക്ഷകൾ അറ്റുപോയ സമൂഹത്തോട് നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ 41 അധ്യായത്തിലും 44 അധ്യായത്തിലും 45 അധ്യായത്തിലും പറയുന്നുണ്ട്, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാണ്. തളർന്നു പോകരുത് മക്കളെ. സെൽഫ് ഡിസ്ക്ലോഷർ ഓഫ് ഗോഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് കയോസ്. The self-disclosure of Yahweh in the midst of certitude. ദൈവത്തെ തങ്ങളുടെ വരുതിക്കുള്ളിൽ ആക്കി തീർക്കുവാൻ, ദൈവം നൽകിയ ദേശത്തെ തങ്ങളുടെ വരുതിക്കുള്ളിലാക്കി തീർക്കുവാൻ, ദൈവം നൽകിയ വാഗ്ദത്തത്തെ, ദൈവസങ്കല്പത്തെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുവാൻ എപ്പോഴെല്ലാം മനുഷ്യൻ ശ്രമിച്ചോ, ദൈവം പറയുകയാണ്, യെശയ്യാ പ്രവചനത്തിന്റെ 55 അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്കുമിതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. യു ട്രൈ ടു ലിമിറ്റ് ഗോഡ് ആൻഡ് ഹിസ് ഡിസ്ക്ലോഷർ ആൻഡ് ഹിസ് റെവലേഷൻ, ബട്ട് ഗോഡ് ഈസ് എബവ് അവർ സർട്ടനിറ്റീസ്. നമ്മൾ വരയ്ക്കുന്ന കളങ്ങൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. നിങ്ങൾ ചില കളങ്ങൾ വരച്ച് ടെമ്പിൾ ഇതാണ്, ദേശം ഇതാണ്, രാജ്യത്വം ഇതാണ്, ദൈവത്തിൻ്റെ ഇടപെടൽ ഇതാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു. സഹോദരൻ അങ്ങനെ ചോദിച്ചു, പൊട്ടക്കിണറ്റിൽ അവനെ ഇട്ടു, എല്ലാം തീർന്നു. പറയുന്നുമില്ല, ഐ ആം ജോസഫ്, ഐ ആം ഗോഡ്, ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. Moving on, verses 5 to 8, we see the act of articulation. സഹോദരങ്ങളുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തിയിട്ട് യോസഫ് എന്താണ് പറയുന്നത്? 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ ഈ വെളിപ്പെടുത്തലിന് ശേഷം യോസഫിന് ഒന്നേ പറയാനുള്ളൂ. He has only one thing to say. God sent me here. Verse 5. God sent me here. Verse 7. God sent me here, not you. Verse 8. പൊട്ടക്കിണർ കണ്ടവനാണ്, പൊത്തിഫറിന്റെ വീട്ടിലെ അനുഭവം കണ്ടവനാണ്, കാരാഗ്രഹം കണ്ടവനാണ്, ഫറവോന്റെ കൊട്ടാരത്തിന്റെ സുഭിക്ഷത അനുഭവിച്ചവനാണ്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ പറയുകയാണ്, പിറ്റ് ഈസ് നോട്ട് ദി എൻഡ്, പോത്തിഫേഴ്സ് ഹൗസ് ഈസ് നോട്ട് ദി എൻഡ്, പ്രിസൺ ഈസ് നോട്ട് ദി എൻഡ്, ഫാറോസ് പാലസ് ഈസ് നോട്ട് ദി എൻഡ്. These are all penultimates. What is ultimate? God is the ultimate reality. ദൈവമാണ് ആത്യന്തികമായത്. അതുകൊണ്ട് പൊട്ടക്കിണറിൽ നിങ്ങൾ എന്നെ ഇട്ടോ വിഷയമല്ല, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. കാരാഗ്രഹത്തിൽ ഞാൻ കടന്നു, എനിക്ക് വിഷയമല്ല, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ സ്കിൽ ഉപയോഗിച്ച്, കഴിവ് ഉപയോഗിച്ച്, കോമ്പിറ്റൻസ് ഉപയോഗിച്ച് ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച ദേശത്തിൻ്റെ അധിപതിയാണ് ഞാനിപ്പോൾ. ഒന്നുമില്ല, ദൈവമാണ് എന്നെ ആക്കിയത്. All the other things, all the earthly things are penultimate. What is ultimate? God alone is the ultimate. കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിന് അവർ കൊടുത്ത അർത്ഥം, മാപ്സ് ഓഫ് മീനിങ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമൂഹമാണ് പറയുന്നത്, യോസഫിനെ കണ്ടുപിടിക്ക്, നമ്മുടെ അപ്പച്ചനെ കണ്ടുപിടിക്ക്.
He says, God alone is the ultimate. വ്യാഖ്യാനിക്കുകയാണ്. ജീവിതത്തിന് പുതിയ മാപ്സ് ഓഫ് മീനിങ് കൊടുക്കുകയാണ്. ജോസഫ് ഈസ് ആർട്ടിക്കുലേറ്റിംഗ് ന്യൂ മീനിങ് ടു ഹിസ് ലൈഫ്. മുൻപോട്ട് പോകട്ടെ. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം എന്താണ് കാണുന്നത്? 9 മുതൽ 15 വരെ. ദൈവമാണ് എല്ലാം അറിയുന്നത്, ദൈവമാണ് ആത്യന്തികമായത്, ദൈവം മാത്രമാണ് സത്യമെന്ന് പറഞ്ഞതിന് ശേഷം കൈകെട്ടിയിരിക്കുകയാണോ? എല്ലാം എന്നാൽ ദൈവം നോക്കിക്കോളും, ദൈവം മാത്രമേ ഉള്ളൂ. എന്താണ് പിന്നീട് നാം വായിക്കുന്നത്? ദൈവമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന യോസഫ് പിന്നീട് 9 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന എന്താണ്? 11-ാം വാക്യം സ്പെസിഫിക്കലി നാം നോക്കുമ്പോൾ, ഈ ദേശത്ത് ക്ഷാമമാണ്, ഞാൻ നിങ്ങളെ പരിപോഷിപ്പിക്കും. ഐ വിൽ പ്രൊവൈഡ് ഫോർ യു. ദൈവമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറഞ്ഞ വ്യക്തി പറയുകയാണ്, ഈ ദൈവം നൽകുന്ന കൃപകൾക്കനുസൃതമായി നിങ്ങളെ ഞാൻ പുലർത്തും. ഗോഡ്സ് ഗ്രേസ് കപ്പിൾഡ് വിത്ത് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ഐ വിൽ പ്രൊവൈഡ് ഫോർ യു. എന്തു പറയുന്നു? നിങ്ങളിനി അപ്പനോട് ചെന്ന് പറയണം, അവൻ്റെ മകൻ ഇവിടെ ജീവനോടിരിക്കുന്നു, അവനെ കൂട്ടിക്കൊണ്ടുവരണം. ബ്രിങ് ഹിം ഹിയർ. 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ അനിയനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഹി എംബ്രേസസ് ബെഞ്ചമിൻ, ഹി കിസസ് ഹിം ആൻഡ് ഹി ക്രൈസ്. തുടർന്ന് സഹോദരങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇന്നലെ നമ്മൾ ജോർജ് കെ സാർ പറഞ്ഞ ആ ഒരു മെറ്റഫറിൽ നിന്നുകൊണ്ട് വായിക്കുകയാണെങ്കിൽ, അപ്പനോട് പോയി പറയാൻ പറഞ്ഞു. ദ റേഡിയോ ജനറേഷൻ, ദ പാസ്റ്റ്. സഹോദരങ്ങളോട് നേരെ പറയുകയല്ല, കെട്ടിപ്പിടിക്കുകയാണ്. ബോഡിലി ആക്റ്റാണ്, വിഷ്വൽ ആക്റ്റാണ്. ടച്ചസ്. He sends for Jacob the past. He embraces Benjamin the future. And he converses with his brothers the present generation. തങ്ങൾ തീർച്ചപ്പെടുത്തിയ ദേവാലയം, തങ്ങൾ തീർച്ചപ്പെടുത്തിയ ദേശം, തങ്ങൾ തീർച്ചപ്പെടുത്തിയ ദാവീദിൻ്റെ രാജ്യത്വം എല്ലാം നഷ്ടപ്പെട്ട് ഇൻഹെറിറ്റഡ് ട്രഡീഷൻ കൊളാപ്സ്ഡായി നിൽക്കുന്ന സമയത്ത് നമ്മളതാണ് ക്രൈസിസിൽ കണ്ടത്. എല്ലാ പാരമ്പര്യമായി ലഭിച്ച വിശ്വാസ പാരമ്പര്യങ്ങൾ യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് കണ്ട സമയത്ത്, എന്നാൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പ്രവാസത്തിൽ ഇസ്രായേൽ ജനം ചുമ്മാതിരുന്നില്ല. പ്രിയമുള്ളവരെ, യോസേഫ് അപ്പച്ചൻ എങ്ങനെയാണോ അവർക്ക് ജീവിത മാതൃക കാണിച്ചു കൊടുത്തത്, അതുപോലെ അവർ പ്രവാസത്തിൽ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ച് വിശ്വാസത്തിൻ്റെ പുത്തൻ ഭാഷ്യങ്ങൾ അവർ എഴുതി. നമുക്കറിയാം, ദേവാലയം നശിപ്പിക്കപ്പെട്ടു, എന്നാൽ പ്രവാസത്തിൽ സിനഗോഗ് ആരാധന ആരംഭിച്ചു. അവരുടെ ഓർമ്മകളിൽ അവരുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും എങ്ങനെ ദൈവത്തെ കൈക്കൊണ്ടു എന്നുള്ള ഓറൽ ഫെയ്ത്ത് ട്രഡീഷൻ ഉണ്ടായിരുന്നു. അവർ അത് പ്രവാസകാലത്ത് സ്ക്രിപ്ചറായി എഴുതി. അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് ബിഹൈൻഡ് ദ ടെക്സ്റ്റിൽ ഓതറിൽ നമ്മൾ പറഞ്ഞത്. അവരുടെ വളരെ സജീവമായി ഈ ഓർമ്മയെ അവർ രേഖപ്പെടുത്തി. കാരണം അവരുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും ജീവിതത്തിൽ അനുഭവിച്ച ദൈവാനുഭവത്തെ അവരുടെ വേദനകളിൽ അവർ ഏറ്റെടുത്ത് പ്രചോദനം ഉൾക്കൊണ്ട് പുത്തൻ വിശ്വാസത്തിൻ്റെ ഭാഷ്യം, അവർക്ക് ലഭിച്ച ഇൻഹെറിറ്റഡ് ട്രഡീഷനെ ഉറപ്പാടെ കളഞ്ഞില്ല, അതിന് പുതിയ ഡൈമെൻഷൻസ് അവർ കൊടുത്തു. Now let us look into the last part, the world in front of the text. The reader, those who are reading the text today. ഇന്ന് ഈ വേദപുസ്തകം വായിക്കുന്ന നമ്മളോട് ഈ ഭാഗം എന്താണ് പറയുന്നത്? We need to be grounded in our relationship with Christ, to be open for disclosure. ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മെ നിലനിർത്തുവാൻ, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾക്ക് തുറവിയുള്ളവരായി തീരുവാൻ നാം വേരുറയ്ക്കണം. നമ്മുടെ ചില തീർച്ചപ്പെടലുകളിൽ ദൈവത്തെ തളച്ചിടരുത്, ദൈവത്തെ തളർത്തിക്കളയരുത്.
അങ്ങനെയാണെങ്കിൽ ദൈവിക ഇടപെടലുകളെ നാം കാണാതെ പോകും. അല്ലെങ്കിൽ യോസഫ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ സഹോദരങ്ങൾ ഭ്രമിച്ചു പോയതുപോലെ, വിശ്വസിക്കാൻ പറ്റാഞ്ഞതുപോലെ നമ്മളും വിശ്വസിക്കാൻ പറ്റാതെ പേടിച്ചു പോകും. ഇതിന് ആരാണ് മാതൃക? യേശുവാണ് മാതൃക. ജീസസ് ഈസ് ആർ മോഡൽ. എല്ലാവരും കല്ലെറിയുവാൻ, ഒരു സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്ന് കല്ലെറിയാൻ പറയുമ്പോൾ യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ നിങ്ങളെ കല്ലെറിയട്ടെ. എല്ലാവരും പറഞ്ഞു പരത്തിയ ചില തീർച്ചപ്പെടുത്തലുകളിൽ യേശു പരിമിതപ്പെട്ടു പോയില്ല. നമ്മളും ചില തീർച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? അവൻ ഇങ്ങനാണ്, അവൾ ഇങ്ങനാണ്, സഭ ഇങ്ങനാണ്, പള്ളി ഇങ്ങനാണ്, അച്ഛന്മാരിങ്ങനാണ്, തിരുമേനിമാരിങ്ങനാണ്, ടീച്ചർമാരിങ്ങനാണ്, യൂണിവേഴ്സിറ്റി ഇങ്ങനാണ്. ചില തീർച്ചപ്പെടുത്തലുകൾ, ചില സർട്ടിറ്റ്യൂഡ്സ്. എൻ്റെ പ്രിയമുള്ളവരെ, വെല്ലുവിളികൾ വളരെ റിയലാണ്. ദ ക്രൈസിസ് ഈസ് റിയൽ. വി കനോട്ട് എസ്കേപ്പ് ഫ്രം ദി എക്സീലിക് സിറ്റുവേഷൻസ് ഓഫ് അവർ ലൈഫ്. ഞാൻ അതിൻ്റെ എന്തെല്ലാമാണ് എക്സീലിക് സിറ്റുവേഷൻസ് എന്ന് പറയുന്നില്ല, അത് ഇന്നലെ നമ്മൾ കണ്ടു. വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് വളരെ വ്യക്തമായി കണ്ടു, നമുക്കറിയാം. എന്നാൽ ഈ വെല്ലുവിളികളുടെ മധ്യേ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, അവൻ നമുക്ക് വേണ്ടി തന്നെ ഐ ആം എന്ന് പറഞ്ഞു നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ തുറവിയുള്ളവരായി തീരുക എന്നുള്ളതാണ് നാം. അത് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നതാണ്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. 52 വർഷം ഇസ്രായേൽ ജനത്തെ യഹൂദ ജനത്തെ ഭരിച്ച ഒരു രാജാവ് പെട്ടെന്ന് കാലം ചെയ്തപ്പോൾ ഈ ദേശം എങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ രാജാവില്ലാതെ 52 വർഷം ദേശം ഭരിച്ചതാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ശിയാവ് ദർശനം കാണുകയാണ്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൈവം വെളിപ്പെടുത്തുകയാണ് രാജാവായി. In a crisis, in our own crisis situations, when we lift our eyes, we see God's wonder in our lives. ദൈവിക ബന്ധത്തിൽ തുറവിയുള്ളവരാകാം. ഒത്തിരി തവണ ആവർത്തിക്കപ്പെട്ടതാണ് ഈ സ്റ്റേജിൽ തന്നെ. ആ തീം പ്രസൻറ്റേഷനിൽ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് വളരെ വൾണറബിളായ ക്രൈസിസ് സിറ്റുവേഷനിൽ ആ യുവാവ് 2 കൈയും നീട്ടി കുരിശിലേക്ക് നോക്കുമ്പോൾ എന്ത് പ്രകാശമാണ് അവൻ ലഭിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ ദൈവം ഇന്നും ഈ വചനത്തിലൂടെ നമ്മളോട് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ, സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകളെ തുറക്കാം. ചില തീർച്ചപ്പെടുത്തലുകളിൽ ദൈവത്തെ പരിമിതപ്പെടുത്താതിരിക്കാം. എമൗസിലേക്ക് പോയവരുടെ കണ്ണ് കർത്താവിനെ കാണാതെ വണ്ണം നിരോധിച്ചിരുന്നു എന്നാണ് വായിക്കുന്നത്. അവർ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അപ്പം മുറിച്ചപ്പോൾ ഇൻ ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് വണ്ടർ ഈസ് എക്സ്പീരിയൻസ്ഡ്. അതുകൊണ്ടാണല്ലോ കുർബാനയെ പറ്റി നാം പറയുന്നത് രഹസ്യം എന്നാണ്, മിസ്റ്ററി. എന്താണ് മിസ്റ്ററി? അറിയുന്തോറും അനുഭവിക്കും തോറും ദൈവത്തിൻ്റെ വണ്ടർ, ഡിസ്ക്ലോഷർ നാം അനുഭവിക്കുകയാണ്. ഇഫ് വി ആർ റെസിസ്റ്റൻറ്റ് ടു ദിസ് ഡിസ്ക്ലോഷർ, ഈ ഡിസ്ക്ലോഷറിനോട് നാം റെസിസ്റ്റൻ്റ് ആണെങ്കിൽ, നാം കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ, നാം ചെവി തുറക്കുന്നില്ലെങ്കിൽ, ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ, ദർ ഇസ് നോ മിസ്റ്ററി. ഇറ്റ് ഈസ് മിയർ റെപ്പറ്റീഷൻ, ഇറ്റ് ഈസ് മിയർ ബോറിംഗ്. ബട്ട് ഇഫ് വി ആർ ഓപ്പൺ ടു ദിസ് മിസ്റ്ററി, ഞങ്ങളെ തിയോളജി പഠിപ്പിച്ച കെ.ദി. പോത്തനച്ചൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വൺസ് വി ആർ ഇനീഷ്യേറ്റഡ് ഇൻ ടു ദിസ് മിസ്റ്ററി, വി ഗ്രോ ഇൻ ദിസ് മിസ്റ്ററി. ഈ രഹസ്യത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരാണ് നാം. ഉൾച്ചേർക്കപ്പെട്ടത് മാത്രം പരിമിതപ്പെട്ടു പോലും, ഇതിൽ വളരണം. We need to be grounded. Secondly, we need to be equipped to articulate meaning of our life in Christ. ജീവിതത്തിൻ്റെ അർത്ഥം ക്രിസ്തുവിനോട് ചേർന്ന് വ്യാഖ്യാനിക്കുവാൻ നമുക്ക് കഴിയണം. God sent me here. God is controlling my life. God knows my life situations. നമ്മുടെ ജീവിത കഥയിൽ എവിടെയാണ് കർത്താവ് യേശു? അല്ലേ? പരാജയത്തിലും വിജയത്തിലും, പൊട്ടക്കുഴിയിലും ഫറവോന്റെ കൊട്ടാരത്തിലും കർത്താവാണ് എന്നെ നടത്തുന്നത്. അല്ലേ? ഒരു ചെറിയ പനി വന്നാൽ മതി, നമ്മുടെ വിശ്വാസം അവിടെ തീരും. അതുപോലെ തന്നെ
ഒരു 2 A+ കിട്ടിയാൽ മതി, കർത്താവിനേക്കാൾ വലിയ ജ്ഞാനിയായി നമ്മൾ തീരും. രണ്ടുമുണ്ട്. ഒരു ചെറിയ പനി വന്നാൽ മതി, സഫറിങ്ങിൽ ദൈവമില്ല. ഒരു 2 A+ കിട്ടിയാൽ കർത്താവിനേക്കാൾ വലിയ പുള്ളിയാണ് നാം. ഇന്നലെ ശ്രീജയുടെ അനുഭവം നാം കേട്ടല്ലോ. IFS ലഭിച്ച പെൺകുട്ടിയാണ്. എവിടെയായിരുന്നാലും എൻ്റെ കൊന്ത, എൻ്റെ വേദപുസ്തകം, എൻ്റെ വിശ്വാസം. സമാധാനം ഇല്ലാതെ പോകുന്ന കാലഘട്ടം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിശ്വാസത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ജീവിതത്തിൽ തന്നെ പിന്മാറിപ്പോകുന്ന ഒരു കാലഘട്ടം. ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ പല അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. വലിയ അനുഗ്രഹങ്ങളിലൊന്ന് എനിക്കുണ്ടായത്, ഞാനിപ്പോൾ ഒരു അധ്യാപകനായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും എനിക്ക് വീണ്ടും ഒരു വിദ്യാർത്ഥിയാകാൻ പറ്റിയെന്നുള്ളതാണ്. എന്നെ തിയോളജി പഠിപ്പിച്ച സാംഘോഷിച്ചൻ്റെയോടാണ് ഞാൻ റൂം ഷെയർ ചെയ്തത് 2 ദിവസം. അത് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. വീണ്ടും ഒരു അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. അപ്പോൾ അച്ഛൻ നമ്മോട് കൂടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി എന്നോട് പറഞ്ഞൊരു സാക്ഷിയാണ്. ആരാണെന്നുള്ളത് അച്ഛനോട് നേരിട്ട് ചോദിച്ചാൽ മതി. എന്നോട് ചോദിക്കേണ്ടത്. അച്ഛൻ പറഞ്ഞ ഈ വ്യക്തിയെ എത്ര വാക്കുകൾ കൊണ്ട് പ്രശംസിച്ചാലും ആ പ്രശംസയിൽ അദ്ദേഹം വീഴുകയില്ല. എത്ര വാക്കുകൾ കൊണ്ട് ആ വ്യക്തിയെ വേദനിപ്പിച്ചാലും ആ വേദനയിൽ അദ്ദേഹം തളരുകയില്ല. അല്ലേ? വേദനയായാലും പ്രശംസയായാലും തളരുകയോ അതിൽ വീഴുകയോ ഇല്ല. നമ്മളതിന് ഇംഗ്ലീഷിൽ പറയും വളരെ ഗ്രൗണ്ടഡായ വ്യക്തി എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ വേദപുസ്തകം പറയുന്നത് അങ്ങനല്ല. അങ്ങനെയുള്ള വ്യക്തിയെ പ്രവാസ കാലഘട്ടത്തിൽ അവർ വിളിച്ചെന്താണെന്നറിയാമോ? സ്ഥിരമാനസൻ എന്നാണ് പറഞ്ഞത്. സ്ഥിരമാനസൻ. പരാജയം തളർത്തുകയില്ല, വിജയത്തിൽ മതിമറന്ന് ആഘോഷിക്കുകയില്ല. യെശയ്യാപ്രവചനം 26-3 നാം വായിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ. ഭാരതീയ കോൺസെപ്റ്റിൽ അതിന് പറയുന്നത് സ്ഥിതപ്രജ്ഞ എന്നാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞ. വേദപുസ്തകം പറയുന്നത് സ്ഥിതമാനസൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകയാണ്. ഗോഡ് സെൻഡ് മീ ഹിയർ, വെദർ ഇറ്റ് ബി പിറ്റ്, വെദർ ഇറ്റ് ബി പോത്തിഫേഴ്സ് പാലസ്, വെദർ ഇറ്റ് ബി പ്രിസൺ, വെദർ ഇറ്റ് ബി പാലസ്, ഫാറോസ് പാലസ്. ദൈവമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നെറ്റ്വർക്ക് to embrace the generations across for God's saving purposes in the world. തലമുറകളെ ചേർത്ത് പിടിക്കുവാൻ, വ്യത്യസ്തതകളെ ചേർത്ത് പിടിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യമുണ്ടാകും. നിങ്ങൾക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ച് നിർത്തിയത്, പാനൽ ഡിസ്കഷനിൽ സംസാരിച്ച് നിർത്തിയത് അതാണ്. Church as a family that intersects generation. Church as a family that, next slide. Church as a family that intersects generation. ജനറേഷനെ ചേർത്ത് പിടിക്കുന്ന കുടുംബമാണ് സഭ എന്ന് പറയുന്നത്. അത് ഇന്നലെ മൂത്തി വർഗീയച്ചനും സാമച്ചനും അതിനെപ്പറ്റി വിശദമാക്കിയതാണ്. ഇതിന് ഞാൻ പറഞ്ഞാൽ ഇത് ബൈബിൾ സ്റ്റഡി ആണ്ട് ഒത്തിരി ഇലസ്ട്രേഷൻസോ ഒത്തിരി സംഭവങ്ങളോ കഥകളോ പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം വേദപുസ്തകമാണ് നമ്മുടെ അടിസ്ഥാനം. എന്നാൽ ഈ വേദപുസ്തക പഠനം അവസാനിക്കാൻ ഇനി 10 മിനിറ്റ് കൂടാണുള്ളത് ടൈം അനുസരിച്ച്. നമ്മുടെ സഭയെ ഒരു മോഡലാക്കുകയാണ്. നമ്മുടെ സഭയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ക്രൈസിസ് സിറ്റുവേഷനിൽ എങ്ങനെയാണ്, when there was a crisis of certainty, when there was a crisis of maps of meaning, when there was a crisis of inherited tradition, how our church withstood this crisis. നമുക്കറിയാം 1889 റോയൽ കോടതി വിധി. എല്ലാം നഷ്ടപ്പെട്ട സഭയാണ് നമ്മുടെ സഭ. ചരിത്രം നിങ്ങൾക്കറിയാം, അതിലേക്ക് പോകുന്നില്ല. എന്നാൽ നമ്മൾ വിശ്വസിച്ചത് എന്താണ്? ദൈവം ഈ സഭയെ നടത്തും എന്നത് മാത്രമാണ്. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും നമ്മൾ തുറവിയുള്ളവരായിരുന്നു. തീർച്ചപ്പെടുത്തലുകളിലല്ല നമ്മൾ വിശ്വസിച്ചത്. God works in ways which we cannot see. അതിൽ നമ്മൾ വിശ്വസിച്ചു. അതുകൊണ്ട് തുറവിയുള്ളവരായി നാം തീർന്നപ്പോൾ ദൈവം നമ്മെ വളർത്തി. And we believe that it was not the end. Potiphar's palace was not the end. And also
ഫാറോസ് പാലസ് വാസ് നോട്ട് ദി എൻഡ്. ഈ സഭയെ ദൈവം എത്രത്തോളം ഉയർത്തി, ഈ സഭയിലെ അംഗങ്ങളെ, നേതൃത്വത്തെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചു, നാം അതിൽ മതിമറക്കരുത്. ഒന്നുമില്ലായിടത്തു നിന്നും ഇന്നയോളം കൊണ്ടുവന്നത് നമുക്ക് പറയാൻ സാധിക്കണം ഈ ദൈവം മാത്രമാണ്. ആൻഡ് തേർഡ്ലി, ഈ സഭ വലിയ ക്രൈസിസിൻ്റെ നടുവിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു വിഭാഗം ആളുകളെ മാത്രമല്ല ചേർത്ത് പിടിച്ചു, ഒരു തലമുറയെ മാത്രമല്ല ചേർത്ത് പിടിച്ചത്. അത് ഞാനൊരു കേസ് സ്റ്റഡി ആയിട്ട് ഈ തിരുമേനിയെ കൊണ്ടുവരികയാണ്. നിങ്ങൾക്കറിയാം ഈ തിരുമേനി ആരാണ്? ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ ഒരു മെത്രോപൊലിത്തി ആയിരുന്നു, ടൈറ്റസ് സെക്കൻഡ്. താങ്ക് യു, ടൈറ്റസ് സെക്കൻഡ്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഈ സഭയെ പണിതുയർത്തണം. ആര് പണിതുയർത്തും? പ്രായമായ അപ്പച്ചന്മാരോട് പറഞ്ഞാൽ മതിയോ? അല്ലേ സ്ത്രീകളോട് പറഞ്ഞാൽ മതിയോ? നമ്മുടെ അപ്പച്ചൻ്റെ, ടൈറ്റസ് സെക്കൻഡ് അപ്പച്ചൻ്റെ വിഷൻ എന്താണെന്നറിയാമോ? യോസഫിൻ്റെ മാതൃകയായിരുന്നു. എല്ലാ വിഭാഗത്തിലുമുള്ള തലമുറകളെ ചേർത്ത് പിടിച്ച് വേണം ഈ സഭ, ഈ ക്രൈസിസ് മുന്നേറാൻ. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൺഡേ സ്കൂൾ തിരുമേനി തുടങ്ങി, അതിൻ്റെ ശതാബ്ദി നമ്മൾ കൊണ്ടാടി. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സേവ്യാസംഘം തിരുമേനി തുടങ്ങി 1919. യുവജനങ്ങൾക്ക് വേണ്ടി യുവജന സഖ്യം തിരുമേനി തുടങ്ങി 1933. ലേ ലീഡേഴ്സിന് വേണ്ടി, എഡോ മിഷന് വേണ്ടി സന്നദ്ധ സുവിശേഷ സംഘം തുടങ്ങി 1924. അതും സെന്റിനറി നമ്മൾ കൊണ്ടാടി. തിരുമേനി വിദ്യാർത്ഥികളെയും ഈ സഭയുടെ ഭാവി പണിതുയർത്തുന്നതിൽ നിർണായകമായി കണ്ടു. തിരുമേനി മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസും തുടങ്ങി. ആൻഡ് വി ആർ ഇൻ ദി 114th സെഷൻ ഓഫ് ദാറ്റ് കോൺഫറൻസ്. 2 സെഷൻസ് കോവിഡിൻ്റെ സമയത്ത് നമുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഓർത്തോണം, പ്രവാസ കാലഘട്ടത്തിൽ യഹൂദ ജനത്തെ അവരുടെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുവാൻ അവരുടെ വല്യപ്പച്ചനായ യോസഫ് എപ്രകാരമാണോ ഒരു ജീവിക്കുന്ന ഓർമ്മയായി തീർന്നത്, അതുപോലെ ടൈറ്റസ് സെക്കൻഡ് എന്ന നമ്മുടെ അപ്പച്ചൻ നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ മറികടക്കുവാൻ നമുക്കൊരു വലിയ മോഡൽ തന്നിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഭാരതത്തിൽ ഒരു ക്രൈസ്തവ യുവജന സംഘടന ഉടലെടുക്കുന്നതിന് മുന്നമേ നമ്മുടെ അപ്പച്ചൻ കണ്ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രസ്ഥാനം ഒരു വേണമെന്ന്. സ്വീഡനിൽ വേൾഡ് സ്റ്റുഡൻറ് ക്രിസ്ത്യൻ ഫെഡറേഷൻ തുടങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ ജോൺ ആർ മോട്ട് എന്ന മിഷണറി കൽക്കട്ടയിൽ വന്ന് സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ SCMI 1912 ആരംഭിക്കുന്നതിന് മുന്നമേ ഈ കൊച്ചു സഭയിലെ വലിയ തിരുമേനി സ്വപ്നം കണ്ടു വിദ്യാർത്ഥികൾക്ക് ഒരു പ്രസ്ഥാനം വേണമെന്ന്. And that is a legacy of Marthoma Students' Conference and also the leadership of Marthoma Church. ജോൺ ആർ മോട്ട് തുടങ്ങിയത് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. നമ്മുടെ തിരുമേനിക്ക് എവിടെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഉറപ്പാണ് തിരുമേനിക്കുണ്ടായിരുന്ന ആധികാരികത ഈ വേദപുസ്തകവും വേദപുസ്തക കഥാപാത്രങ്ങളുമായിരുന്നു. ഇതുപോലെ ഒത്തിരി കഥകൾ, നമ്മളെ ചേർത്ത് പിടിക്കുന്ന കഥകൾ, നമുക്ക് പ്രചോദനം തരുന്ന കഥകൾ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കഥകൾ ഉണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എനിക്കൊരു ചെറിയ സജഷൻ എന്നോടുള്ളത്, ഒരു ചെറിയ അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ RNCH എഴുതിയ ക്യാച്ച് എന്ന് പറഞ്ഞ ബുക്ക് ഇവിടെ ഉണ്ട്, വിതരണത്തിനായിട്ടുണ്ട്. CSS അത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഇഷ്ടംപോലെ നറേറ്റീവ്സ്, സ്റ്റോറീസ് ദാറ്റ് ഇൻസ്പയർ ജനറേഷൻസ്, അത് നാം വായിക്കണം. സമൂഹത്തിന് വെളിച്ചം കാട്ടിയ ഒരു സഭയുടെ പിൻതലമുറക്കാരാണ് നാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. എന്നാൽ നമുക്ക് മാതൃക തന്നേച്ച് നമ്മുടെ അപ്പച്ചന്മാർ പോയിട്ടുണ്ട്. അതിൽ ഒരപ്പച്ചൻ്റെ 5 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. 40-50 വർഷങ്ങൾ ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ മുഴങ്ങിക്കേട്ട നമ്മുടെ ഒരു അപ്പച്ചൻ്റെ വാക്കുകളാണ്. അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. നമ്മുടെ ക്രിസ്തുമസ് തിരുമേനിയുടെ പിതാവ് വൈദ്യറവൻ K. ഉമ്മൻ അച്ഛൻ ഏകദേശം 40-50 വർഷങ്ങൾ ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ യുവജനങ്ങളോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്ന വാക്കുകളാണ്. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA ഓണേഴ്സ് പൂർത്തിയാക്കിയ വ്യക്തി, പഠിച്ചു കഴിഞ്ഞ ഉടനെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം ലഭിച്ച വ്യക്തി,
തമിഴ്നാട് ഗവൺമെൻറ് ICS ഉദ്യോഗം ലഭിച്ച വ്യക്തി, കേരള ഗവൺമെൻറ്റിൻ്റെ ICS ഉദ്യോഗസ്ഥ ലഭിച്ച വ്യക്തി. എന്നാൽ തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിക്കൊണ്ട് ഈ സഭയെ പണിതുയർത്തുവാൻ ഇറങ്ങിത്തിരിച്ച KU മനച്ചൻ സഭയിലെ വിദ്യാർത്ഥികളോട് 40-50 വർഷങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ചോദ്യം, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് യോസഫ് എപ്രകാരമാണോ യഹൂദ ജനത്തിന് അവരുടെ എക്സൈലിൽ പ്രതീക്ഷ കൊടുത്തത്, നമ്മളോടും പറയുകയാണ്, വാട്ട് ഈസ് ലൈഫ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ക്രൈസ്റ്റ്? ക്രിസ്തുവിന് വേണ്ടി അല്ല എങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിനു വേണ്ടി? വാട്ട് ഈസ് മിനിസ്ട്രി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്? ദൈവരായത്തിനു വേണ്ടി അല്ല എങ്കിൽ ഈ ശുശ്രൂഷ പിന്നെ എന്തിനു വേണ്ടി? ഇഫ് നോട്ട് യു ഹൂ? നീ ഇല്ല എങ്കിൽ വേറെ ആര്? ഇഫ് നോട്ട് നൗ വെൻ? ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഇഫ് നോട്ട് ഹിയർ വേർ? ഇവിടെയല്ല എങ്കിൽ പിന്നെ എവിടെ പോയി നമ്മൾ ചെയ്യും? ഗോഡ് നീഡ്സ് പാർട്ട്നേഴ്സ് ഇൻ ഹിസ് മിനിസ്ട്രി. ദൈവത്തിൻ്റെ ഈ ലോകത്തെ പറ്റിയുള്ള വലിയ വിചാരപ്പെടലിൽ അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. Of course, we go through different crisis moments, like the people of ancient Israel went through the exilic situations. The crisis is real, but we have answers. Let us look to the Lord for answers, and also to our church. നാം ഒറ്റപ്പെട്ട ജീവികളല്ല, മറിച്ച് നമ്മുടെ മുൻ തലമുറകളുടെ ജീവിക്കുന്ന ഓർമ്മ പുസ്തകങ്ങളാണ്. അവരുടെ ശരീരങ്ങളിലും അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലുമാണ് പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ചരിത്രം രചിക്കപ്പെടുന്നത്. നമ്മുടെ തലകളെ വണക്കാം. യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. ദൈവമായ കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നീ ഞങ്ങളോട് വചനത്തിൽ കൂടി സംസാരിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുടെ മധ്യത്തിൽ ക്രിസ്തുവിൽ വേരൂന്നി അവനിൽ ആത്മീക വർധന പ്രാപിച്ചു അവൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ഒഴുകി ജീവിപ്പാൻ, നിന്നെ അടയാളപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കൂടി വന്ന ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ കൃപയിൽ ആശീർവദിക്കണം. ദൈവനാമം മഹത്വപ്പെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.